പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ഞായർ യേശുവിന്റെ ജനനത്തെപ്പറ്റി വിശുദ്ധ മത്തായി ശ്ലീഹ വിവരിച്ചു. ക്രിസ്മസിന് മുമ്പുള്ള ഈ ഞായർ യേശുവിന്റെ ജനനത്തെപ്പറ്റി വിശുദ്ധ ലൂക്കോസ് വിവരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെ. വളരെ ചെറിയ രീതിയിൽ എഴുതേണ്ടിയിരുന്ന ഈ വചനഭാഗം ഒരു ദൈവരാജ്യ രഹസ്യങ്ങളുടെ 3 താക്കോൽ വായിക്കുന്നവർക്ക് തന്നുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതി വച്ചത്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായി സ്വീകരിക്കുക. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാമായിരുന്നു. അക്കാലത്ത് ലോകനിവാസികളെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. പേരെഴുതിക്കുവാൻ ഓരോരുത്തരും താങ്കളുടെ നഗരങ്ങളിലേക്ക് പോയി. ജോസഫ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയത്തോടുകൂടെ പേരെഴുതിക്കുവാൻ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി. അവൾ തൻ്റെ ആദിജാതനെ പ്രസവിച്ചു. വായിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ ജനനം മനസ്സിലാകും. അർത്ഥത്തിൽ ഒരു കുറവും ഉണ്ടാകുകയില്ല താനും. എന്നാൽ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈ വരികൾക്കിടയിൽ സ്വർഗരാജ്യത്തിൻ്റെ ഒരു വലിയ രഹസ്യത്തിലേക്ക് വഴി തുറക്കുന്ന 3 സ്വർണ്ണ താക്കോൽ തിരികെ വെച്ചു. 1-ാമത്തെ സ്വർണ്ണ താക്കോൽ, വാക്യം 2. സിറിയയിൽ കിരിനിയോസ് ദേശാധിപതിയായിരിക്കുമ്പോൾ ഈ 1-ാമത്തെ പേരെഴുത്ത് നടന്നു. 2-ാമത്തെ സ്വർണ്ണ താക്കോൽ, വാക്യം 4. ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ ഗലീലിലെ നസറത്ത് എന്ന നഗരത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ നഗരമായ ബേത്ലഹേമിലേക്ക് പോയി. 3-ാമത്തെ സ്വർണ്ണ താക്കോൽ, വാക്യം 7-ന്റെ 2-ാം ഭാഗം. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ഈ 3 താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്ന രഹസ്യമായിരുന്നു രക്ഷകൻ. ആർക്കും ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ജനിച്ചത് തങ്ങൾ പ്രതീക്ഷിച്ച രക്ഷകൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ സ്വർണ്ണ താക്കോലുകൾ. ഈ താക്കോൽ പരിശുദ്ധാത്മാവ് തിരികെ വെച്ചതാണെന്ന് സ്പഷ്ടം. ഈ താക്കോലിനെ പറ്റി മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നാം അത് കാണുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. സ്വർഗരാജ്യം വെളിപ്പെടുത്താനുള്ള വരമായിരുന്നു അത്. 1-ാമത്തെ താക്കോൽ തുറക്കുന്നത് ക്രിസ്തുമതം അന്ധവിശ്വാസത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ല, ഒരു കെട്ടുകഥയല്ല എന്ന് പഠിപ്പിക്കുന്നതാണ്. പ്രവചനം ചരിത്രത്തിൽ നിറവേറി എന്ന് പഠിപ്പിക്കാൻ, ചരിത്ര പുരുഷനാണ് യേശു എന്ന് പഠിപ്പിക്കുന്നതാണ് വാക്യം 2. സഭയുടെ വിശ്വാസ പ്രമാണത്തിലും നാം ഇത് ചൊല്ലുന്നുണ്ട്. ക്രൈസ്തവ ജീവിതം അന്ധവിശ്വാസമല്ലെന്നും യുക്തിയിലൂന്നിയൊരു വിശ്വാസം കൂടിയാണെന്നും ഒരു വായന ഇതിലുണ്ട്. എബ്രായർ 1:1. പൂർവകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും രീതികളിലും ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. എന്താണ് പുത്രൻ സംസാരിച്ചത്? ദൈവരാജ്യത്തെപ്പറ്റി. ദൈവം ആദത്തെയും ഹവ്വായെയും ദൈവരാജ്യം ഏൽപ്പിച്ചു. പിള്ളേര് കളിപ്പാട്ടം നശിപ്പിച്ച പോലെ അവരത് കുളമാക്കി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ദൈവം വീണ്ടും ഇസ്രായേലിനെ ദൈവരാജ്യം ഏൽപ്പിച്ചു. എന്നും പരാതിയും പരിഭവവും കുറ്റവും പറഞ്ഞ് അത് നശിപ്പിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ദൈവം ദാവീദിനെ ദൈവരാജ്യം ഏൽപ്പിച്ചു. വ്യക്തിപരമായ പല വീഴ്ചകളിലൂടെ അതൊരു വഴിക്കാക്കി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. സുപുത്രനെ ദൈവം ദൈവരാജ്യം ഏൽപ്പിച്ചു. ലോകത്തെ രക്ഷിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ആ ദൈവരാജ്യത്തെ തിരികെ നൽകി. 2-ാമത്തെ താക്കോൽ തുറക്കുന്നത് ദാവീദിൻ്റെ കുടുംബവും കുലവും പറഞ്ഞ് യേശു തമ്പുരാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും യുഗങ്ങൾക്ക് മുമ്പേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണെന്ന് അറിയിക്കാൻ ദാവീദിൻ്റെ കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടുമാണ്. നസറത്തിൽ നിന്നുള്ളവനെ ദൈവം ബേത്ലഹേമിലെത്തിച്ചു. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നൊരു ചൊല്ലുവരെ ഉണ്ടായിരുന്നത്രേ. മിക്ക പ്രവചനം 5-ാം അധ്യായം. യൂദയായിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. യെശയ്യാ 7:14. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനവൾ എമ്മാനുവേൽ എന്ന് പേരിടും. യെശയ്യാ 9 വ്യാഖ്യാനിച്ച് ഭാവി രാജാവിനെ പറ്റി യഹൂദർക്ക് പരിചയപ്പെടുത്തുന്നു. യെശയ്യാ 11
നീതിനിഷ്ഠനായ ഒരു രാജാവ്, ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ഇശയ്യാ 42 കർത്താവിൻ്റെ ദാസൻ, ജെറമ്യ 31:31 പുതിയ ഉടമ്പടി. ഇതൊക്കെ വായിച്ചിട്ടുള്ള ഒരു യഹൂദന് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ താക്കോൽ തുറക്കുന്നത് ദൈവരാജ്യ രഹസ്യത്തിലേക്കായിരുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞൊരു പുൽത്തട്ടിയിൽ കിടത്തിയെന്നും അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നും എഴുതി ചേർക്കുമ്പോൾ ദൈവസങ്കല്പം തലതിരിച്ചു കളഞ്ഞ രഹസ്യത്തിലേക്ക് ആ വാതിൽ തുറന്നു. ദൈവസങ്കല്പം പാടെ തലതിരിച്ചു കളഞ്ഞു. സാധാരണതകളിലെ ദൈവം, തോറ്റുകൊടുത്ത് ജയിക്കുന്ന ദൈവം, കണക്ക് കൂട്ടാൻ അറിയാത്ത ദൈവം, തോട്ടത്തിൽ അവസാന മണിക്കൂറിൽ ജോലിക്ക് വന്നവനും ഒരേ വേതന നൽകുന്ന കണക്കറിയാത്ത, എക്കണോമിക്സ് അറിയാത്ത ദൈവം. ആരോ ഒരാൾ എഴുതിയതുപോലെ, ജന്മം കൊണ്ടല്ല ഇനി മുതൽ ഭൂമിയിൽ ഒരാൾ ശ്രേഷ്ഠൻ എന്ന് വിളിക്കപ്പെടേണ്ടത്, മറിച്ച് കർമ്മം കൊണ്ട്, ആദരപൂർവമായ വാക്കുകൾ കൊണ്ട്, മിഴിയിണകളിലെ വാത്സല്യത്തിന് നനവുകൊണ്ട്, നെഞ്ചിലെ ആർദ്രതയുടെ നിറവുകൊണ്ട്, സ്നേഹത്തിൻ്റെ കരലാളനങ്ങൾ കൊണ്ട്. ഈ 3 താക്കോലുകളും നമുക്ക് രക്ഷകനെക്കുറിച്ചുള്ള ബോധ്യം വർദ്ധിപ്പിക്കുന്നതാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ശുശ്രൂഷയ്ക്കുള്ള കുരുത്തോലകൾ ഭവനങ്ങളിലും വാഹനങ്ങളിലും നമ്മുടെ ഷോപ്പുകളിലുമൊക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇടത് മേശപ്പുറത്ത് ഓർക്കത്തക്ക രീതിയിൽ കൊണ്ടുവരാനായി ക്രമീകരിക്കുക. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.